വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തട്ടുകടയിൽ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ സീക്രട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ നടുകീറ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ശരിക്കും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നടുകീറി അതിനെ 2ആയി പകുത്ത് അതിനെ വീണ്ടും 4ആക്കിയിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, തട്ടുകട സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പഴവും 2ആയിട്ട് കീറി വെക്കുന്നുണ്ട്. ഇനി മാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡയും 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. മധുരം നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ദോശമാവ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഈ ദോശമാവ് ചേർക്കുമ്പോൾ അതിനകത്ത് ഉഴുന്നും അരിപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വീർക്കുകയും ചെയ്യും, അതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മൾ തട്ടുകടയിലത്തെ പഴംപൊരിയുടെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ കണ്ടോ, ആ സ്പൂണും ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം. അതാണ് ഈ മാവിൻ്റെ പരുവം. അപ്പോൾ ഇനി നമുക്ക് പഴത്തിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവ് കലക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് കലക്കി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ നന്നായി ചൂടായി വരും. നല്ല ലോ ഫ്ലെയിമിലാണ്, നല്ലോണം ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോട്ടിങ് നല്ല കട്ടിയിലാണ് വരിക. അപ്പോൾ ഉള്ളിലത്തെ പഴം വേവാനായിട്ട് വേണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 2 പുറം നന്നായിട്ട് മൊരിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കണം. മലയാളികൾക്ക് ചായയോടൊപ്പം ഒഴിച്ചു കൂടാനാവാത്ത ഒരു പലഹാരമാണ് നമ്മുടെ പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ തട്ടുകട സ്റ്റൈലിൽ നമ്മൾക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.